ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് പിക്കിളാണ്. അതിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പോൾ നമ്മുടെ എണ്ണ കുറച്ചധികം ഉണ്ടെങ്കിൽ അച്ചാർ കേടാകാതിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ കാണും ഇത്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവായും ചേർത്ത് കൊടുക്കാം. ഉലുവയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കറിവേപ്പില നന്നായിട്ട് വരണ്ട് വരണം. കറിവേപ്പില ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മുടെ മേത്തോട്ട് ചേർക്കുന്നത് കുറച്ച് മാറി നിൽക്കണം. കറിവേപ്പില നന്നായിട്ട് വാടി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ടിനെ ഇട്ടിട്ട് വരട്ടിയെടുക്കാം. ഞാൻ ആ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തപ്പം ചെറിയതായിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിനകത്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് വളരെ നൈസായിട്ടാണ്, വളരെ പെട്ടെന്ന് വാടി കിട്ടും. നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. ബീറ്റ്റൂട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 4-5 മിനിറ്റ് എന്താണെങ്കിലും വഴറ്റിയിട്ട് നമ്മൾ ആ പച്ചച്ചവയൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് വേണം ബാക്കി കറികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 4-5 മിനിറ്റ് വഴറ്റാവേ. നമ്മൾ ബീറ്റ്റൂട്ടിനെ വഴറ്റുന്നതിനിടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. സൈസ് കുറഞ്ഞ് വളരെ കുറച്ച് അളവിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ഇങ്ങനെ നീക്കി വയ്ക്കാം. നമുക്കിതിനകത്തേക്ക് വേണ്ട പൊടികൾ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇടുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കായപ്പൊടി. ഈ മുളക് പൊടി ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടി. കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, പച്ചമണം മാറുന്ന പോലെ. നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ഇല്ലാതെയാണ് അച്ചാർ ഇട്ട് വയ്ക്കുന്നത്. ഇന്ന് നന്നായിട്ട് ആവി കയറി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി ഉപ്പും കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വിനെഗറും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ശർക്കരയാണ്, ശർക്കര ചെണ്ട വെച്ചിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ബീറ്റ്റൂട്ട് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് നമുക്കിതിനെ മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാം.